നിന്റെ ചേട്ടൻ കാലികളെ മേയ്ക്കാനായിട്ട് ആ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും പേടി വരികയാണെങ്കിൽ കൃഷ്ണ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ മതി. ആ ടീച്ചർ ഇങ്ങനെ എന്തായാലും കുറച്ച് ധൈര്യമല്ലേ ഉള്ളൂ, ഒരാൾക്ക് കൊടുക്കട്ടെ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഒഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ഒഴിച്ചോ അത്ര തന്നെ വീണ്ടും ആ പാത്രത്തിൽ അറിയാം. അതിന് പൂർണ്ണ വിശ്വാസമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കഥകൾ അറിയാം, അങ്ങനെ അറിയാലോ. അതും അതിൻ്റെ കൂടെ പൂർണ്ണ വിശ്വാസം കൂടി ഉണ്ടാകുമ്പോൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്സവം 8ാം ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഒരു കഥയും പിന്നെ കുറച്ച് ഉത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും പറയാനുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇന്ന് ഉത്സവം 8ാം ദിവസമാണെന്ന് ഞാൻ പറഞ്ഞൂലേ. അപ്പോൾ ഇന്ന് ഉത്സവ ബലിയുണ്ട് കേട്ടോ. അത് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് വിശേഷമായിട്ടുള്ളതാണ്. അതായത് 9 മണിക്ക് തുടങ്ങിയിട്ട് 4:30 അവസാനിക്കും, ഏകദേശം സമയം കേട്ടോ. അങ്ങനെയുള്ള ഉത്സവ ബലിയാണ് ഇന്ന്. അതായത് വളരെ വിസ്തരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക. അപ്പോൾ ഇന്ന് ഉത്സവ ദിവസങ്ങളിൽ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഏകദേശം ഒരേപോലെയാണ് ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നു പോയത്. ഇന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത്രയും സമയം ഉത്സവ ബലി ഉണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നാളെയാണ് നമ്മുടെ പള്ളിവേട്ട വരുന്നത്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർ ആ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വെച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പള്ളിവേട്ടനെ കുറിച്ച് ഞാൻ ഇനി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ഒരു കാട്ടിൽ വേട്ട ചെയ്യുന്ന പോലെ ആണ് ആ ഒരു സംഭവം നടക്കുന്നത്. ആൾക്കാരൊക്കെ ഓരോ വേഷങ്ങൾ കെട്ടിയിട്ട് വരും. അപ്പോൾ ആ ആൾക്കാരെ പിടിക്കാനായിട്ട് ഭഗവാൻ ആനപ്പുറത്ത് ഇങ്ങനെ ഓടും. നല്ല രസമാണ്. അങ്ങനെ ഒരു പന്നീനെ കൊല്ലുന്നതോടെ, പന്നീനെ വേഷം കിട്ടിയ ഒരാളുണ്ടാവും, അയാളെ കൊല്ലുക എന്നാണ് സങ്കല്പം. അയാളെ മീൻസ് ആ ഒരു പന്നീനെ കൊല്ലുക എന്നാണ് സങ്കല്പം. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിവേട്ട കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം എന്താണ് ആറാട്ടാണ്. അതിൻ്റെ അടുത്ത ദിവസം ആറാട്ട് കുളിക്കാനും എല്ലാവരും നോക്കാം കേട്ടോ. ആറാട്ട് കുളിക്കുന്നത് ഞാൻ പറഞ്ഞു, രോഗശമനത്തിനൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ അമ്പലത്തിൽ എല്ലാ ലൈറ്റുകളും ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ കാണിക്കാം കേട്ടോ. കാരണം ഇന്ന് രാത്രിത്തെ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു ലൈറ്റിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാം. കാരണം ആ നടപ്പന്തൽ നിറച്ച് ലൈറ്റുകൾ വെച്ചിരിക്കുകയാണ്. ശരിക്കൊരു ഹെവനിൽ പോയ പോലെ നമുക്ക് തോന്നും. അത്ര രസമായിട്ടാണ് അമ്പലത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കഥ കേൾക്കാം അല്ലേ. അപ്പോൾ ഇന്നലത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു കഥ പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് കഥ കേൾക്കാം. ഒരിക്കൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കേട്ടോ. ഇന്നത്തെ പോലത്തെ സ്കൂളല്ല, പഴയ കാലമാണ്. അപ്പോൾ ആ കുട്ടിയും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അവൻ്റെ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു കാട് കടന്നു പോകണം, എന്നാലേ അവനിക്ക് സ്കൂളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അമ്മക്ക് ജോലിയുണ്ട്, വീട്ടിൽ വേറെ ആരുമില്ല. അപ്പം അമ്മക്ക് ജോലിക്ക് പോകണം ആ സമയത്ത്. അങ്ങനെ ഇവൻ കാട്ടിൽ കൂടെ ഒറ്റയ്ക്ക് വേണം പോകാൻ. കാരണം അവൻ്റെ കൂട്ടുകാരൊന്നും ആ ഭാഗത്ത് താമസിക്കുന്നേ ഇല്ല. കാട് കഴിഞ്ഞാലേ ബാക്കിയുള്ള എല്ലാവരും താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഇവൻ എന്നും ഒറ്റയ്ക്ക് പോകണമല്ലോ. അങ്ങനെ എനിക്ക് പേടിയാവുകയാണ് ഒറ്റയ്ക്ക് പോകാനായിട്ട്. അങ്ങനെ അമ്മനോട് വന്നിട്ട് പറയുകയാണ്, അമ്മേ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, എനിക്ക് ഇനി സ്കൂളിൽ പോകണ്ട. കാരണം എനിക്ക് പോകാൻ ഇഷ്ടമില്ലാണ്ടൊന്നല്ല, എനിക്ക് പേടിയാണ് ഈ കാട്ടിൽ കൂടെ പോകാൻ എന്ന് പറയുകയാണ്. എനിക്ക് ഒരു ചേട്ടനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനൊക്കെ കൂട്ടി പോകായിരുന്നു അല്ലേ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മക്ക് അത് കേട്ടിട്ട് വിഷമാവുകയാണ്. കാരണം മോൻ്റെ കൂടെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ പോലും എനിക്ക് സമയമില്ലല്ലോ എന്നൊരു വിഷമം വരികയാണ്. അങ്ങനെ അമ്മ പറയുകയാണ്, നീ എന്തിനാ പേടിക്കണത്? നിൻ്റെ ചേട്ടൻ ആ കാട്ടിലുണ്ട്, ചേട്ടൻ അവിടെ ജോലി എടുക്കണോണ്ട് വരാത്തതാണ്. നിൻ്റെ ചേട്ടൻ കാലികളെ മേയ്ക്കാനായിട്ട് ആ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും പേടി വരികയാണെങ്കിൽ കൃഷ്ണ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ മതി, അപ്പോൾ ഓടി വരൂട്ടോ എന്ന് പറയാണ്. അപ്പോൾ കുട്ടിക്ക് വലിയ സന്തോഷമാവാണ്. കാരണം ചേട്ടനൊന്നും ഇല്ലാന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ കളിക്കാം, ഇനിയിപ്പോൾ എനിക്ക് ധൈര്യത്തിനായല്ലോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേട്ടനെ വിളിച്ചാൽ ചേട്ടനെ ഓടി വരുമല്ലോ. പിന്നീട്ട് അങ്ങോട്ടുള്ള ദിവസം ആ കുട്ടി നല്ല ധൈര്യത്തിൽ പോവുകയാണ്. ചേട്ടനെ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ചേട്ടനുണ്ട് എന്നൊരു ധൈര്യത്തിൽ അങ്ങോട്ട് പോവുകയാണ്. ഒരിക്കൽ പോലും ചേട്ടനെ വിളിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര ധൈര്യമാണേ. എന്തിനും പ്രശ്നം വന്നാലേ ചേട്ടനെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ആ കുട്ടി എന്നും സ്കൂളിൽ പോവുകയാണ്. അങ്ങനെ സ്കൂളിലൊരു ദിവസം സ്കൂളിലിരിക്കാട്ടോ കുട്ടി. അപ്പോൾ അന്ന് ടീച്ചർ വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഭക്ഷ്യമേള ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം, ഇതൊരു പഴയ കാലമാണ്. ഇന്നത്തെ ഫുഡ് ഫെസ്റ്റ് പോലെ അന്ന് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടീനോട് എല്ലാവരോടും പറയാണ് ഓരോ സാധനങ്ങൾ ഇന്ന ആൾ ഇന്ന കൊണ്ടുവരണം, അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ ആ കുട്ടിയുടെ കൂടെ എത്തുക കേട്ടോ.
ഞാൻ ആ കുട്ടീനോട് പറയുന്നത് കുറച്ച് തൈര്, അതായത് എല്ലാവർക്കും ഉള്ള തൈര് കൊണ്ടുവരണം. ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഇപ്പോൾ ഒരാൾ അച്ചാറാണെങ്കിൽ അച്ചാർ എല്ലാവർക്കും ഉള്ള അച്ചാർ കൊണ്ടുവരും. അതുപോലെ ഈ കുട്ടി കൊണ്ടുവരുന്നത് തൈരാണ്, എല്ലാവർക്കും ഉള്ള തൈര് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കുട്ടീനോട് പറയാണ്. അങ്ങനെ കുട്ടി വേഗം തന്നെ വീട്ടിൽ പോയിട്ട് അമ്മനോട് ഈ കാര്യം പറയാണ്. അപ്പോൾ അമ്മക്ക് പറഞ്ഞപ്പോൾ അമ്മക്ക് വിഷമമായി. കാരണം അമ്മക്ക് അതിനുള്ള ത്രാണി അമ്മക്കില്ല. കാരണം വീട്ടിലെ ഭക്ഷണം കൊടുക്കാൻ 3 നേരം ഭക്ഷണം കൊടുക്കാനുള്ള കഷ്ടപ്പാട്ടിലാണ് അമ്മ. ആ സമയത്ത് ഇത്ര പേർക്ക് എങ്ങനെയാണ് തൈര് കൊടുക്കുക? അങ്ങനെ ആ കുട്ടീനോട് പറയാണ്, മോനെ നമുക്കതിനുള്ള പൈസ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര വിഷമമാവും കേട്ടോ. കുട്ടി കുറേ വാശി പിടിച്ച് നോക്കും. പിന്നെ കുട്ടിക്ക് അമ്മയുടെ കാര്യമൊക്കെ അറിയാം, എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അറിയാം. അങ്ങനെ കുട്ടി വിഷമിച്ചിട്ട് അന്ന് സ്കൂളിലേക്ക് പോവും. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാടുണ്ടല്ലോ, ആ കാട്ടിൽ കൂടെ ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് തോന്നുകയാണ് എൻ്റെ ചേട്ടനോട് ചോദിച്ചാലോ, ചിലപ്പോൾ ചേട്ടന് പറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി ആദ്യമായിട്ട് ചേട്ടനെ വിളിക്കുക കേട്ടോ. കുട്ടി വിചാരിച്ച് ഇത്രയും കാലം ചേട്ടനോട് ഉണ്ടെന്നാണ്. അങ്ങനെ ചേട്ടനെ വിളിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുകയാണ്. പക്ഷേ ആരും ആ ഒരു വിളി കേൾക്കുന്നില്ല. കുട്ടി ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കുട്ടി അവിടെ തന്നെ ഇരുന്ന് കരയാണ്. കുറേ വിളിച്ചു നോക്കും കേട്ടോ. ഇങ്ങനെ കുറേ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു ഓടക്കുഴൽ നാദം കേൾക്കുകയാണ്. അപ്പോൾ തന്നെ ആ കുട്ടിക്ക് മനസ്സിലായി ഇത് എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേട്ടൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ്. ആ കുട്ടി കൂടുതൽ ഒച്ചത്തിൽ വിളിക്കുകയാണ്. അങ്ങനെ ഒരാൾ വരികയാണ് അവിടെ. ഒരു ചെറിയൊരു തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ശരീരം, നല്ല പ്രസന്നമായിട്ടുള്ള മുഖം. അങ്ങനെ കുറച്ച് ആടുകൾ അപ്പുറത്തുണ്ട് കേട്ടോ. അങ്ങനെ ഒരാൾ വരികയാണ്, വളരെ തേജസ്വിയായ മുഖം, വളരെ ചിരിച്ചുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ കുട്ടി തൻ്റെ വിഷമം പറയുകയാണ്. അങ്ങനെ കുട്ടീനോട് പറയുകയാണ്, അത്ര ഉള്ള കാര്യം ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയുകയാണ്. അതിനൊരു ചെറിയ പാത്രത്തിൽ കേട്ടോ. അപ്പോൾ സ്കൂളിലുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ളൊന്നും തൈര് അതിലില്ല. പക്ഷേ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് തൈരെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി ചോദിക്കും, ഇതെല്ലാവർക്കും തികയോ ചേട്ടാ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണൻ പറയും, അതെന്തെല്ലാവർക്കും തികയും, അതിനിപ്പോൾ എന്തായാലും ചോദിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി അതുമായിട്ട് ചേട്ടൻ പറഞ്ഞ വിശ്വാസത്തിൽ അതുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു. ഇങ്ങനെ തൈര് എവിടെ എന്ന് ചോദിച്ചപ്പോൾ തൈരെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്തോ കളിയാക്കുന്ന പോലെ എല്ലാവരും ഞെട്ടി പോവാണ്. എന്താ ഇത്ര പേർക്കുള്ള തൈര് ചെറിയ പാത്രത്തിലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് പെട്ടെന്ന് അപ്പോഴാണ് കുട്ടിക്ക് ഒരു തോന്നൽ വന്നത്, ഇത് തികയില്ലല്ലേ അപ്പോൾ എന്ന് തോന്നുകയാണ്. അങ്ങനെ ടീച്ചർ ഇങ്ങനെ എന്തായാലും കുറച്ച് തൈരല്ലേ ഉള്ളൂ, ഒരാൾക്ക് കൊടുക്കട്ടെ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഒഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ഒഴിച്ചോ അത്ര തന്നെ വീണ്ടും ആ പാത്രത്തിൽ നിറയാം. അങ്ങനെ വീണ്ടും ഒഴിച്ചു, അങ്ങനെ വീണ്ടും ആ പാത്രത്തിൽ നിറയാം. അങ്ങനെ ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ആ ചെറിയ പാത്രത്തിൽ നിന്ന് നിറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ മാഷ് ആ ഒരു ഗുരു ഞെട്ടിപ്പോവാണ്. ഇതെന്താ ഇത് ഇങ്ങനെയെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ആ കുട്ടീനോട് ചോദിക്കുകയാണ്, ഈ തൈര് നിനക്ക് ആരാ തന്നേന്ന് ചോദിക്കുകയാണ്. അമ്മയാണോ നിനക്കിത് തന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, അല്ല അമ്മ തന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വരണ വഴിക്ക് ആ കാട്ടിൽ വെച്ചിട്ട് എൻ്റെ ചേട്ടനുണ്ട്, കൃഷ്ണൻ എന്നാ പേര്, ആ ചേട്ടൻ തന്ന തൈരാണിത്, ചേട്ടൻ പറഞ്ഞു ഇത് എല്ലാവർക്കും തികയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ചോദിച്ചു, ചേട്ടനെ കാണാൻ എങ്ങനെ ഇരിക്കും ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയാണ്, ഒരു ഓടക്കുഴലുണ്ട് കയ്യിൽ, പിന്നെ തലയിലൊരു കെട്ടുണ്ട്, പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചേട്ടനെ കാണാനായിട്ട്. അങ്ങനെ വിശേഷിപ്പിച്ച് ഇങ്ങനെ പറയേണ്ട ഒരു മയിൽപ്പീലിയുണ്ട് തലയിൽ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഗുരുനാഥന് ഒരു 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 ഡൗട്ട് തോന്നുകയാണ്. ഇത് ആരായിരിക്കും, ചിലപ്പോൾ ഭഗവാനായിരിക്കും എന്നൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ ഒരു സംശയത്തോട് കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് ആ കുട്ടി കാട്ടിലെത്തിയിട്ട് ചേട്ടനെ വീണ്ടും വിളിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഇതാ എൻ്റെ ചേട്ടൻ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഗുരുനാഥനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഗുരുനാഥൻ ചോദിക്കുകയാണ്, എവിടെ ഞാൻ കാണില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി ചേട്ടന് അടുത്ത് പോയിട്ട് തൊട്ട് കാണിച്ചു കൊടുക്കുക, ഇതേ എൻ്റെ ചേട്ടന് അങ്ങ് കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ ഗുരുനാഥന് പെട്ടെന്ന് കാര്യമെല്ലാം പിടികിട്ടി. ഗുരുനാഥന് ആ ഒരു ഭഗവാനെ കാണുന്നില്ലെങ്കിലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ പറയുകയാണ്, ഭഗവാനെ എന്നൊന്ന് കാണിച്ചു തരുമോ, ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ, എന്നൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു അശരീരി പോലെ കേൾക്കുകയാണ്. ഈ കുട്ടി എന്നെക്കുറിച്ച് ഈ കുട്ടിക്ക് അറിയില്ല, എങ്കിൽ കൂടി അവൻ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചു. ആ വിശ്വാസത്തോട് പക്ഷേ അങ്ങേക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാം, എങ്കിലും ഒരു സംശയത്തോടു കൂടിയാണ് അങ്ങ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം അങ്ങയുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തതും.
പൂർണ്ണ വിശ്വാസമുള്ള മനസ്സിൽ മാത്രമേ എന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഗുരുനാഥൻ ഇങ്ങനെ നമസ്കരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ രൂപം കാണിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഭഗവാൻ ഭക്തവത്സരനാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ ചെയ്താലും എന്തെങ്കിലും സംഭവിച്ചാലും കുറച്ച് നേരം പരീക്ഷിച്ചിട്ട് പിന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമല്ലോ. അങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ഗുരുനാഥനും വണങ്ങുകയാണ്. അങ്ങനെ ആ കുട്ടി തൻ്റെ എൻ്റെ ചേട്ടനാണ് ഇത് എന്ന അഭിമാനത്തോടെ നിൽക്കുക കേട്ടോ. എൻ്റെ ചേട്ടൻ ഇത് എൻ്റെ ഗുരുനാഥൻ വണങ്ങുന്നത് കണ്ടോ. അങ്ങനെ അഭിമാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കഥ എന്ന് പറയുന്നത്. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? അതായത് നമുക്ക് എപ്പോഴാണോ പൂർണ്ണ വിശ്വാസം വരുന്നത് അപ്പോഴേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ നേരിട്ടുള്ള പ്രത്യക്ഷപ്പെട്ട കാണലായിരിക്കില്ല. നമ്മുടെ മനസ്സിനുള്ളിൽ മറ്റൊരു കണ്ണുണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ചില ലീലകളൊക്കെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനത്തെ സംശയം വരുമല്ലോ, അതൊന്നും ഇല്ലാതാവും കേട്ടോ. ഭഗവാന്റെ ലീലകൾ പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് പൂർണ്ണ വിശ്വാസമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് കഥകൾ അറിയാം, അങ്ങനെ അറിയാലോ. അതും അതിൻ്റെ കൂടെ പൂർണ്ണ വിശ്വാസം കൂടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ കഥയിലെ കുട്ടിക്ക് കഥകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. എന്നിട്ട് ആ കുട്ടി വിശ്വസിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കഥകളും വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കുന്ന ആലോചിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കമൻസിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെ അമ്പലത്തിൽ ദർശനനിയന്ത്രണം ഉണ്ടാവും, ഇന്ന് ദർശനനിയന്ത്രണം ഉണ്ടാവും ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാവാനായിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട് 9 മണി to 4:30 വരെ കേട്ടോ. പിന്നെ ഇന്ന് തിരക്കുണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് തിരക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ തിരക്കുണ്ടാവാൻ സാധ്യത ഉണ്ട്, നമുക്കതിനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ചടങ്ങുകളൊക്കെ നടക്കുകയല്ലേ. നമുക്ക് ഉറപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല തിരക്കുണ്ടാവുമെന്ന്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ എന്തെങ്കിലും ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇതുപോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തന്നെ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാളെ 9-ാം ദിവസമാണ്. 9-ാം ദിവസത്തെ വീഡിയോ വരുന്നുണ്ട്. ഇതുപോലെ കഥയും പറയാം കേട്ടോ. പിന്നെ പള്ളിവേട്ടയുടെ വേറെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ ആറാട്ടിന് അങ്ങനെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനലിനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.